എല്ലാവർക്കും നമസ്കാരം. വാസ്തുപരമായി പറയുമ്പോൾ ചില ചെടികൾ നമ്മളുടെ വീടുകളിൽ അതാത് സ്ഥാനങ്ങളിൽ വെച്ചു പിടിപ്പിക്കുന്നത് ആ കുടുംബത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളെയും ആകർഷിച്ച് വരുത്തും. ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ചെടികളിലും. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നാം മുൻപേ പറഞ്ഞതുപോലെ ഈശ്വര കടാക്ഷവും ഈശ്വരാധീനവും ഉണ്ട് എല്ലാ ചെടികളിലും വൃക്ഷങ്ങളിലുമൊക്കെ. എന്നാൽ വാസ്തുപരമായി ചില ചെടികൾ നമ്മളുടെ കുടുംബത്തിലേക്ക് അതിമഹത്തായതും ശുഭകരവുമായ കാര്യങ്ങൾ വരുവാൻ ഇടയാക്കുന്നു. അത്തരത്തിൽ വീടിൻ്റെ ഏത് ഭാഗത്തും ദിശ നോക്കാതെ വളർത്തുവാൻ സാധിക്കുന്ന ചില ചെടികളുണ്ട്. അത്തരത്തിൽ ഒരു ചെടിയാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത്. കറ്റാർ വാഴ എന്നത് വെറുമൊരു ചെടി എന്നതിലുപരി ഒരു ഔഷധ സസ്യം കൂടിയാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ കറ്റാർ വാഴ എന്ന് പറയുന്നത് ഒരു വേദന സംഹാരിയും അതുമാത്രമല്ല പൊള്ളലുകൾ, മുറിവുകൾ, സന്ധിവാതം, കടുത്ത പനി എന്നിങ്ങനെ പല വ്യാധികളിൽ നിന്നും മുക്തി നേടുന്നതിനും കറ്റാർ വാഴ എന്നത് ഒരു ഔഷധമാണ്. എന്നാൽ വാസ്തുപരമായി ഇത്രയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ കറ്റാർ വാഴ വീടുകളിൽ നടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് നാം ഇനി പ്രതിപാദിക്കാൻ പോകുന്നത്. നിങ്ങൾ കറ്റാർ വാഴ വീട്ടിൽ വളർത്തുന്നവരോ വളർത്തുവാൻ ഉദ്ദേശിക്കുന്നവരോ ആണെങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടവയാണ്. കറ്റാർ വാഴ നല്ല രീതിയിൽ വളരുന്നത് വന്നു ചേരുന്ന ഐശ്വര്യങ്ങളെയെല്ലാം ഇരട്ടിപ്പിക്കുന്നതിന് ഇടയാക്കും. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ കറ്റാർ വാഴ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ വളരെയേറെ സഹായിക്കുന്ന ചെടികളിൽ ഒന്ന് തന്നെയാണ്. അതിനാൽ തന്നെ ഇവ കൂടുതലായി നിങ്ങളുടെ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജം വരുവാൻ ഇടയാക്കും. അതിനാൽ കറ്റാർ വാഴ നല്ല രീതിയിൽ വളർത്തുന്നതും അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയും വരുന്നതിന് സഹായകരമായ ഒന്നാണ്. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ കറ്റാർ വാഴ ഏത് ദിശയിലും നിങ്ങൾക്ക് നടാവുന്നതാണ്. ഏത് ദിശയിൽ നട്ടാലും പ്രത്യേകിച്ച് ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നിരുന്നാലും കറ്റാർ വാഴയും ചില പ്രത്യേക ദിശകൾ നടുന്നത് സാധാരണഗതിയിൽ വരാൻ പോകുന്ന ശുഭകാര്യങ്ങളിലും കൂടുതൽ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ, അതായത് കർമ്മമേഖലകളിലും ആരോഗ്യപരമായും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഒക്കെ മാറിപ്പോകുവാനും സർവ ഐശ്വര്യങ്ങളും വന്നു ഭവിക്കുവാനും ഇടയാക്കുന്നു. അടുത്തതായി നാം പറയുവാൻ പോകുന്നത് വാസ്തുപരമായി കറ്റാർ വാഴ എങ്ങനെ, എവിടെ നടണം, എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ളതാണ്. കറ്റാർ വാഴ നടുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് പ്രധാന വാതിലിൻ്റെ അടുത്തായി എന്ന് പറയുന്നത്. അതായത് പ്രധാന വാതിലിൻ്റെ ഇരുവശത്തായി കറ്റാർ വാഴ നട്ടുവെച്ച് വളർത്തുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ പ്രധാന വാതിലിൽ കറ്റാർ വാഴ നട്ടുവെക്കുന്ന സമയത്ത് ഏറ്റവും ശുഭകരമായ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ അവ നട്ടുവെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുവാൻ ഇടയാക്കുന്നു എന്നും വാസ്തുശാസ്ത്രം പറയുന്നു. കറ്റാർ വാഴ ഈ രീതിയിൽ നിങ്ങൾ പരിപാലിക്കുന്നത് കൊണ്ട് ഇതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ, ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ, അതായത് ശ്വാസതടസ്സം, മുടികൊഴിച്ചിൽ, നീർക്കെട്ട്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കണ്ടെത്തുവാനും ഇതുമൂലം കഴിയും.
അതുപോലെ തന്നെ കറ്റാർ വാഴ നടുവാൻ ഏറ്റവും ശുഭകരമായ ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശയാണ്. ഏറ്റവും വിശേഷകരമായ, അതായത് നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ ഇടയാക്കുന്ന ഒന്ന് തന്നെയാണ് കറ്റാർ വാഴ വടക്ക് ദിശയിൽ നട്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നത്. ഇങ്ങനെ ഭാഗ്യം ഇരട്ടിക്കുന്നത് വഴി നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വിജയം കാണുന്ന രീതിയിലായിരിക്കും ഫലങ്ങൾ. എന്നാൽ വടക്ക് ദിശയിൽ കറ്റാർ വാഴ നടുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളെയും വിളിച്ചു വരുത്തും എന്നുള്ളത് പോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ, അതായത് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമൊക്കെ കൂടുതലായി രോഗപ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, പ്രധാനമായും പറയുമ്പോൾ ശ്വാസതടസ്സമോ അതുപോലുള്ള പാരമ്പര്യ രോഗങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടുകളിൽ കറ്റാർ വാഴ നടേണ്ട ശരിയായ ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയാണ്. ആരോഗ്യം മെച്ചപ്പെടും എന്നത് മാത്രമല്ല, നിങ്ങളുടെ സന്താനങ്ങളുടെ ജീവിത നിലവാരം തന്നെ നല്ല നിലയിലേക്ക് മെച്ചപ്പെടുവാനും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇടയാകും. എന്നാൽ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജത്തെ കൂടുതലായി കറ്റാർ വാഴ നടേണ്ട ശരിയായ ദിശ എന്ന് പറയുന്നത് കിഴക്ക് ദിശ എന്നാണ്. കിഴക്ക് ദിശയിൽ കറ്റാർ വാഴ നടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി മനസ്സമാധാനവും കുടുംബങ്ങളിൽ കാരണമില്ലാതെ ഉണ്ടാകുന്ന കലഹങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ രീതിയിലുമുള്ള നെഗറ്റീവ് ഊർജത്തെയും തടഞ്ഞു നിർത്തുവാനും സഹായിക്കുന്നു. സൗന്ദര്യപരമായി പറയുമ്പോഴും കിഴക്ക് വശത്ത് നട്ടുവച്ചിരുന്ന കറ്റാർ വാഴ ഉപയോഗിക്കുന്നത് മുഖകാന്തി കൂട്ടുവാനും ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ്. എല്ലാവിധ ത്വക്ക് രോഗങ്ങളും മാറുവാനും സൂര്യദേവനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിനാൽ തന്നെ കറ്റാർ വാഴ കിഴക്ക് ദിശയിൽ നട്ടു വളർത്തുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് സൂര്യപ്രീതി അഥവാ സൂര്യഭഗവാന്റെ പ്രീതിയും എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നു ചേരുവാനും രോഗശാന്തിയോടൊപ്പം സമ്പത്തും ഐശ്വര്യങ്ങളും വന്നു നിറയുവാനും ഇടയാകുന്നു. വാസ്തുപരമായി സംഭവിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നാം നിങ്ങളോട് പരാമർശിക്കുമ്പോൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിൽ വിശ്വസിച്ച് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അച്ചട്ടായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമായിരിക്കും. എന്നാൽ നാം ഇപ്പോൾ പറഞ്ഞതുപോലെ കറ്റാർ വാഴ ശരിയായ ദിശയിൽ നടുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും തന്നെ ഒരു ഉന്മേഷം ഇല്ലാത്തതുപോലെയുള്ള, അഥവാ വളരെയധികം ക്ഷീണവും അതുപോലെ തന്നെ ഒന്നും നല്ല രീതിയിൽ ചെയ്യുവാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയും വന്നു ചേരാറുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിന്നൊക്കെ കരകയറുവാനായി കറ്റാർ വാഴ പടിഞ്ഞാറ് ദിശയിൽ നടുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഈ ദിശയിൽ കറ്റാർ വാഴ നടുന്നതിലൂടെ എല്ലാ തടസ്സങ്ങളും മാറി അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. എവിടെയും വിജയങ്ങൾ കരസ്ഥമാക്കുന്നതിനും ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് സാധ്യമാണ്. വാസ്തുപരമായി പ്രാധാന്യമർഹിക്കുന്ന ഒരു ചെടിയായതിനാൽ തന്നെ കറ്റാർ വാഴ നടുമ്പോഴും പരിപാലിക്കുമ്പോഴും നാം ചെയ്യുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അഥവാ ചില തെറ്റുകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ദോഷകരമായ പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കറ്റാർ വാഴയോടൊപ്പം അല്ല എന്നുണ്ടെങ്കിൽ കറ്റാർ വാഴയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റു ചെടികളെ പറ്റിയാണ്. ചില പ്രത്യേക തരത്തിലുള്ള ചെടികൾ കറ്റാർ വാഴയ്ക്ക് അടുത്ത് വളരുന്നത് നാം മുൻപ് പറഞ്ഞിട്ടുള്ള ശുഭകരമായ കാര്യങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ഇടയാകും. ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ബോൺസായി ചെടിയാണ്. ഇവ കറ്റാർ വാഴയുടെ അടുത്ത് നട്ടുപിടിപ്പിക്കുവാനോ വളർത്തുവാനോ പാടുള്ളതല്ല. അതുകൂടാതെ മുള്ളുള്ള സസ്യങ്ങളും കറ്റാർ വാഴയ്ക്ക് അടുത്ത് വളരുന്നത് ശുഭകരമല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. എന്നാൽ സുഗന്ധമുള്ള പൂവുകൾ വിരിയുന്ന
തരത്തിലുള്ള ചെടികളാണ് അവയെങ്കിൽ മുള്ളുണ്ടെങ്കിലും അത് ദോഷകരമായ ഫലങ്ങളൊന്നും നൽകില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സുഗന്ധം പരത്തുന്ന പൂക്കൾ വിരിയുന്ന മുള്ളുള്ള ചെടികൾ കറ്റാർ വാഴയ്ക്കരികിൽ നടുന്നതിൽ ദോഷമൊന്നുമില്ല തന്നെ പറയാം. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാടിയതും കരിഞ്ഞതുമായ ചെടികൾ ഒന്നും തന്നെ കറ്റാർ വാഴയ്ക്ക് അടുത്ത് നിൽക്കുവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം അത് പറിച്ചു മാറ്റുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതലായി വരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ കറ്റാർ വാഴ നടുമ്പോൾ മഞ്ഞ നിറമുള്ള ചെടിച്ചട്ടികൾ നടുന്നത് ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ നൽകും. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുൻവശത്തായി കറ്റാർ വാഴ ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്ന് വയ്ക്കുവാൻ പാടുള്ളതല്ല. പ്രധാന വാതിലിൻ്റെ 2 വശങ്ങളിലായി വേണം ചെടിച്ചട്ടികൾ വയ്ക്കുവാൻ. അതുപോലെ തന്നെ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ കറ്റാർ വാഴ കാണുന്നതും ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുവാൻ ഇറങ്ങുമ്പോൾ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം സാധിക്കുവാനായി പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ കറ്റാർ വാഴ കാണുന്നത് ഈ ഒരു കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിക്കുവാൻ ഇടയാകും എന്ന് വാസ്തുശാസ്ത്രപരമായി പറയപ്പെടുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറ്റാർ വാഴ പ്ലാസ്റ്റിക് ചട്ടികളിൽ വളർത്തുന്നതിലും ഏറ്റവും ഉത്തമം മൺചട്ടികളിൽ വളർത്തുന്നതാണ്. കറ്റാർ വാഴ നടുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഏറ്റവും നല്ല ഫലങ്ങളെ പരിപോഷിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത്. അതായത് കറ്റാർ വാഴയോടൊപ്പം തുളസി ചെടികൾ നടുന്നതും, അതുമല്ല എന്നുണ്ടെങ്കിൽ കറ്റാർ വാഴയ്ക്ക് അടുത്ത് തുളസി ചെടികൾ താനെ കിളിർത്ത് വരുന്നതും ഏറ്റവും ശുഭകരമായ ഒന്നാണ്. കറ്റാർ വാഴയ്ക്കടുത്ത് തുളസി ചെടികൾ താനെ കിളിർത്ത് വരുന്നത് ആ വീടുകളിൽ സമ്പത്തും ഐശ്വര്യങ്ങളും പ്രതീക്ഷിച്ചതിലും കൂടുതലായി വരാൻ പോകുന്നതിൻ്റെ സൂചന കൂടിയാണ്. എന്നാൽ കറ്റാർ വാഴയ്ക്കടുത്ത് ഇത്രയധികം തുളസി തൈകൾ താനെ മുളച്ചു വന്നിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ ആരോടും പറയാതിരിക്കുക. മറ്റുള്ളവരോട് ഇത് നിങ്ങൾ പറയുമ്പോൾ ഇതുമൂലമുണ്ടാകാൻ പോകുന്ന ഐശ്വര്യങ്ങളുടെ ഫലം കുറയുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാസ്തുപരമായി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നാം ആഗ്രഹിക്കുന്ന ഉയർച്ചകൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പൂജകളിലും പ്രാർത്ഥനയിലും പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.